എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പശുപതിയായ പരമേശ്വരനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ. പരമേശ്വര ഗംഗാധരമൂർത്തി, പരമേശ്വര ഗംഗാധരമൂർത്തി, പരമേശ്വര ഗംഗാധരമൂർത്തി, പതിത പാവന ശ്രീ പശുപതേ, പതിത പാവന ശ്രീ പശുപതേ, പതിത പാവന ശ്രീ പശുപതേ, മഹാദേവ ശിവശംഭോ. മഹാദേവൻ പശുപതിയാണ്. അതായത് സർവ്വ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആ നാഥനാണ് മഹാദേവൻ. മഹാദേവന് പക്ഷി മൃഗാദികളും നല്ലതും ചീത്തയും നമ്മൾ കാണാം. മഹാദേവൻ്റെ കൂടെ ഭൂതഗണങ്ങളും ഉണ്ട്. മഹാദേവൻ ഭോലേനാഥാണ്, കുട്ടികളുടെ മനസ്സാണ്, പെട്ടെന്ന് അലിയുന്ന മനസ്സാണ്. ആ മഹാദേവനെയാണ് നമ്മൾ ശിവരാത്രി ദിനത്തിൽ ആരാധിക്കുന്നത്. ഇന്ന് പ്രദോഷവും കൂടിയാണ്. നാളെ വ്രതം എടുക്കുന്നവർ കുറച്ച് ലഘുഭക്ഷണം മാത്രം കഴിക്കുക. ചിലരൊക്കെ പാലും പഴവും മാത്രം കഴിക്കും. ഇനി ഭക്ഷണം കഴിക്കാതെ അസുഖങ്ങൾ പ്രശ്നമുള്ളവർ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ചടങ്ങുകളും ആചാരങ്ങളും അല്ല, നമുക്ക് അവെയർനെസ് ഉണ്ടാവുക. എന്താണ് ശിവരാത്രി, എന്താണ് നമ്മുടെ ഈ ആഘോഷങ്ങളുടെ പിറകിലുള്ള തത്വം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് നാമങ്ങൾ ജപിക്കുക. അത് ഭക്തിയുടെ മാർഗം. ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ച് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്ന് നാമം ജപിച്ചാൽ ഏറ്റവും അധികം നല്ലത്. പക്ഷേ ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ അവേക്കായിട്ടിരിക്കുക, അവേക്കനിങ്, ശിവന്റെ ബോധത്തിൽ ഉണർന്നിരിക്കുക. ശിവൻ എന്താണെന്നറിയേ, എല്ലാ ജീവജാലങ്ങളിലും ഉള്ള അതേ ശക്തിയാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. എല്ലാവരുടെ ഉള്ളിൽ ഈ ഗുരു തന്നെയാണോ ഉള്ളത്. നമ്മുടെ ഗുരുവായിട്ടുള്ള മോഹൻജിയുടെ കൂടെയുള്ളവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു പ്രസൻസ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ധരിക്കുന്നത് വളരെ തെറ്റാണ്. അതായത് എല്ലാവരിലും ഗുരു ഉണ്ട്. ആര് ഗുരുവിൻ്റെ ഒരു മിഷനുമായിട്ട്, അതായത് ഗുരുവിൻ്റെ സേവയായിക്കോട്ടെ, സത്സംഗം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആരാണോ പ്യുവർ ഹാർട്ടോടു കൂടി ഒരു സേവാ മനോഭാവത്തോട് ഗുരുവിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഗുരുവിലൂടെ നമുക്ക് ഒരുപാട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഗുരുവിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക, ഏത് സേവയായിക്കോട്ടെ, അത് ആര് അത് ചെയ്യാൻ മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ ഗുരു ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഗുരു തന്നെ നമുക്ക് ശക്തി തരും. അതാണ് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ എനിക്ക് കിട്ടിയ ഒരു പാഠം. നമ്മൾ പ്യുവർ ഹാർട്ടോടുകൂടി എന്ത് സേവ ചെയ്യുമ്പോഴും ഗുരു കൂടി ഉണ്ടാവും. അതിനെ നമുക്ക് വേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ ആളുകൾ എല്ലാം ഗുരു നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരും. നമ്മളൊരു ഉപകരണമായിട്ട് നിൽക്കണം. ഞാൻ ചെയ്യണോ എന്നുള്ളൊരു ഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവിടെ ആ ഒരു ഞാനില്ലാതെ നമ്മൾ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ് ആയി, കാരണം ഈ മിഷനാണ് പ്രധാനം. അത് 2012 മുതലുള്ള പല അനുഭവങ്ങളിലൂടെയും മനസ്സിലായി. ഈ മിഷൻ പ്രധാനമാണ്, ഇതിലെ ആളുകൾ പ്രധാനമേ അല്ല. ഈഗോ ആരിൽ വരുന്നോ അവർ പൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് സേവാ മനോഭാവമുള്ള ആൾക്കാരെ മുമ്പിൽ കൊണ്ട് നിർത്തും. ഈ മിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആ മിഷനുകളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മോഹൻജിയുടെ ഈ ഓർഗനൈസേഷൻ, മോഹൻജി പറയുന്ന പോലെ ഓർഗാനിക്കലി, നാച്ചുറലി, സ്വാഭാവികമായിട്ട് ഇത്ര വളർന്ന് വലുതായത്. അത് ആ ഒരു ബാബയുടെയും ഗുരുവിൻ്റെയും മഹാദേവൻ്റെയും ഒക്കെ ആ ഒരു പ്രസൻസോടുകൂടി എല്ലാവർക്കും മുമ്പോട്ട് പോകുമാറാകട്ടെ. മഹാശിവരാത്രി ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. അതോടൊപ്പം നമ്മൾ കുംഭമേളയുടെ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എന്നോട് പലരും ചോദിക്കട്ടെ, കുംഭമേളയിൽ ഞാൻ അപ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പറ്റുന്ന സമയത്തൊക്കെ ലൈവ് ഇടുക എന്ന് പറയുന്നത് തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഇല്ല അവിടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഓരോരോ പ്രോഗ്രാമുകളാണ്. അപ്പോൾ കുംഭമേളയെ പറ്റി ഞാൻ ഫേസ്ബുക്ക് ഷെയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈവ് ഇട്ടതല്ലാതെ പിന്നെ വിശേഷങ്ങളൊന്നും പറയാൻ സമയം കിട്ടിയില്ല. കുംഭമേള കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോഹൻജിയുടെ ബർത്ത്ഡേ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോഹൻജി വില്ലേജ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വന്നവർക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ
നമ്മളെല്ലാവരും കൂടെ, ഞങ്ങളെന്ന് പറയാൻ പാടില്ല, നമ്മളെല്ലാവരും കൂടെ പിന്നെ മോഹൻജിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് ഇറങ്ങി തിരിച്ചു ഗുരുവായൂർ. അതും ഗുരുവായൂരപ്പൻ്റെ നല്ല വികൃതികളും കുസൃതികളും ഒക്കെ നിറഞ്ഞ ഒരു പ്രോഗ്രാമായിരുന്നു അത്. രസം എന്താ വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോഴും ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ഒരു ഡേറ്റിൽ മോഹൻജിനെ കാണാറുണ്ട്, ഗുരുവിനെ കാണാറുണ്ട്. അത് ഗുരു കാണിച്ചു തരാറുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, മോഹൻജിയുടെ ഫോളോവേഴ്സിന് അറിയാം. എവിടെ ചെന്നാലും നമുക്ക് മോഹൻജിയുടെ ആ ഒരു ഗൈഡൻസ് പ്രസൻസ് ഒക്കെ കിട്ടും. അപ്പം ഗുരുവായൂർ പ്രോഗ്രാമിന് ഇറങ്ങാൻ നേരത്ത് ഉണ്ണിക്കണ്ണനാണല്ലോ ഗുരുവായൂർ. അപ്പം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി, കുറുമ്പൊന്നും കാണിക്കരുത്, കൂടെ നിന്നോളണം. പിന്നെ ഇടയ്ക്ക് വിചാരിച്ചു കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചോ, ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാമല്ലോ എന്ന്. സത്യത്തിൽ ഈ പ്രോഗ്രാം മുഴുവനും അങ്ങനെയായിരുന്നു. കുട്ടിക്കുറുമ്പുകളുടെയും എന്താ പറയുക, എന്നാൽ പൊട്ടിച്ചിരികളുടെയൊക്കെ ഒരു ആഘോഷമായിരുന്നു ഞങ്ങൾക്ക്. കണ്ണൻ്റെ പ്രസൻസാണ് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം, ഞങ്ങളൊരു ബാനർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോഹൻജിക്ക്, ബ്രഹ്മർഷി മോഹൻജി അർബത്തിൻ്റെ നിറവിൽ മോഹൻജിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട്. അതൊരു മാസം മുമ്പ് ഷീല എന്ന് പറഞ്ഞ ഗുരുവായൂരുള്ള നമ്മുടെ ഒരു ഫാമിലി മെമ്പറുടെ കയ്യിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ മാതൃകയൊക്കെ അയച്ചു തന്നു. ഞാൻ നോക്കി, നമ്മുടെ ഗ്രൂപ്പിലെ 2-3 പേർക്ക് വേറെ അയച്ചു കൊടുത്ത് എല്ലാവരും ഓക്കെ പറഞ്ഞു. ബാനർ ചെയ്തു. ബാനർ ചെയ്തിട്ട് ഷീല അത് വായിച്ചു നോക്കി. ഷീലയുടെ മകൻ കൊണ്ടു കൊടുത്തു. അവർ രണ്ടുപേരും വായിച്ചു നോക്കിയപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഷീല പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പം നമുക്ക് എല്ലാം ഇതായിട്ട് തോന്നുന്നു, ഇനി അവിടെ കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നണേന്നൊക്കെ പറഞ്ഞിട്ട് ആളത് എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ 22-ാം തീയതി ഞങ്ങളവിടെ ചെന്നു. അപ്പോൾ അന്ന് ഒരു പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ബാനറൊക്കെ അവിടെ കിട്ടി, അവിടേക്ക് അലങ്കരിച്ച് റെഡിയാക്കി പവർ ഓഫ് പ്യൂരിറ്റി ചെയ്യാൻ ആരംഭിച്ചു. അപ്പം തലേ ദിവസം തിരുവനന്തപുരത്തു നിന്ന് മലപ്പുറത്തു നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയാം. കാരണം മോഹൻജി ഉണ്ട് എന്നറിയുമ്പം മാത്രം വരുന്ന കുറേ പേരുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെയല്ല, ക്ഷണിക്കപ്പെട്ട പലരും അങ്ങനെയാണ് പറഞ്ഞത്. മോഹൻജി ഉണ്ട് എന്ന് വിചാരിച്ചു, അതാണ് വരാമെന്ന് സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവരുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു വർഷമായിട്ട് തീവ്രമായിട്ട് മോഹൻജി എന്താണ് എന്നറിയാൻ ആഗ്രഹിച്ചവർക്കറിയാം. മോഹൻജിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ മോഹൻജി കൂടെയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ വന്ന കുറേ പേരുണ്ട്. തലേ ദിവസം വന്നവരുണ്ട് ദൂരെ നിന്ന്. അപ്പം ഞങ്ങളൊരു 10-15 പേര് ഉച്ചയായപ്പോഴേക്കും മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ പോയി പ്രാർത്ഥിക്കാം, ശക്തിപത് കൊടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാനറിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു. അതിൽ മോഹൻജിയുടെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ കാണുന്നത് ബ്രഹ്മർഷി മോഹൻജി എന്നുള്ളൊരു വരെ ഹായ് ഇല്ല, ബ്രഹ്മർഷി മോൻജി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴും ഞാൻ നിന്ന് ചിരിക്കുകയാണ്. മോൻ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ, മോനായിട്ടാണല്ലോ കാണുന്നത് നമ്മൾ ഉണ്ണിക്കണ്ണനെ. അപ്പോൾ ഗുരുവിനെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിരി വരുമല്ലോ. അപ്പം ഞാൻ കുറുമ്പ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണിക്കണ്ണനെ ഏതൊരു ഡേറ്റ് ആണോ നമ്മൾ അവിടെ പോകണം, ഞാൻ പറഞ്ഞില്ല, ആ ഡേറ്റ് ആയിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ പവർ ഓഫ് പ്യൂരിറ്റിയുടെ സമയത്ത് ശക്തിവത് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ചിരിക്കും. എനിക്ക് വീണ്ടും ചിരി വരിക, കുറുമ്പ് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം മോഹൻജിയുടെ ഒരുപാട് നാളത്തെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിൻ്റെ പേരിൽ എനിക്കറിയാം മോഹൻജിക്ക് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഭോലേനാഥ് എന്നും പറയാം, അങ്ങനെയുണ്ട്. കാരണം ഒരുപാട് പൊട്ടിച്ചിരിക്കാവുന്ന സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും, ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടും. അകലെ നിന്നിട്ടും ആ പ്രസൻസിൽ ചിരിക്കാവുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഈ പിറന്നാളിൽ ഗുരുവായൂർ വെച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഗുരുവായൂരപ്പനും മോഹൻജിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നാൽ ഇതൊരു കുറുമ്പുകളും കളികളും ഒക്കെ ആയിട്ട്. അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ സത്സംഗത്തിന് നല്ലൊരു ഭക്തയാണ് കിട്ടിയത്, മഞ്ജു എന്ന് പറയുന്നൊരു കുട്ടി. അത് വളരെ ഇന്നസെൻ്റായിട്ട് പ്യുവർ ഹാർട്ടോടുകൂടി ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറഞ്ഞു. പിന്നെ വന്ന സുരേഷ് സാറാണെങ്കിൽ വളരെ തമാശയായിരുന്നു. ഞങ്ങൾ ആദ്യാവസാനം ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. വരാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവസാന നിമിഷം കുറേ അസൗകര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമുക്ക് വന്നവരെ കണ്ടപ്പോൾ മനസ്സിലായി അവരെല്ലാവരും, രാധാകൃഷ്ണൻ സർ തിരൂർ, അദ്ദേഹമാണെങ്കിൽ മോഹൻജിയായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. മോഹൻജി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തിലൊക്കെ എപ്പോഴും ചെല്ലുന്ന ആളാണ്. സുരേഷ് സാറാണെങ്കിൽ ഒരുപാട് വർഷം, 15 വർഷത്തോളം മോഹൻജി അറിയുന്ന ആളാണ്. പിന്നെ വിജയമണി, അദ്ദേഹം ഒരു സിനിമ ഡയറക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം സത്യസായി ബാബയുടെ ഒരു വലിയൊരു ഡോക്യുമെൻ്ററി ചെയ്ത ആളാണ്. അതായത് 99 പേരെ വെച്ചിട്ട് 99ാം പിറന്നാളിൽ ചെയ്ത ഡോക്യുമെൻ്ററി ചെയ്ത ആളാണ്. അദ്ദേഹം അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ഏറ്റവും രസം, ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം. അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പനും ഗുരുവും കൂടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി ആ സത്സംഗത്തിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ കുട്ടിക്കുറുമ്പുകളുണ്ടായിരുന്നു. അതിനു മുമ്പ് കുംഭമേളയുടെ വിശേഷമാണല്ലോ അല്ലേ പറഞ്ഞു തുടങ്ങിയത്. കുംഭമേളയുടെ
ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കുംഭമേളയ്ക്ക് നമുക്ക് ക്ഷണമൊക്കെ ഒരുപാട് നാൾ മുമ്പ് കിട്ടിയത്, നമുക്കത് മനസ്സിലായില്ല എന്നേ ഉള്ളൂ. ഒരു വർഷം മുമ്പ് നിഷ, ദുബായിലുള്ള നിഷ എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു. നിഷയ്ക്ക് ഇങ്ങനെ കുറേ സ്വപ്നങ്ങളും വിഷൻസൊക്കെ കിട്ടുന്ന ആളാണ്. ചേച്ചി, ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മളെല്ലാവരും കൂടെ, അപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോരില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഞങ്ങൾ ശ്രുതിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടപ്പോഴും ഇവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം പറഞ്ഞു, ചേച്ചി നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷേ അതൊരു പ്രത്യേക സ്ഥലമാണ്, ഒരു ടെൻറ്റാണ്, നമ്മളവിടെ താമസിക്കുന്ന ഒരു ടെൻറ്റാണ്, വെളിയിലാണ് ബാത്റൂമൊക്കെ, ഒരു പ്രത്യേക സ്ഥലമാണ് അവിടെ, നമ്മൾ അവിടെ താമസിക്കുകയാണ്, അവിടെ മോഹൻജി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പം അന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു, ടെൻറ്റിലൊക്കെ എന്തിനാണ് താമസിക്കുന്നത്, മോഹൻജിയുടെ റിട്രീറ്റൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്ഥലത്തല്ലേ നടത്തുള്ളൂ. ഈ കുംഭമേള എന്ന് പറയുന്ന ഒരു പേര് പോലും ആ സമയത്ത് കേട്ടില്ല. കുംഭമേളയൊക്കെ നമുക്കുള്ള കാര്യങ്ങളാണെന്ന് അറിയേയില്ല. ഈ കുംഭമേളയെ പറ്റിയൊക്കെ സാധാരണ മുമ്പ് കേൾക്കുമ്പോൾ ഓക്കെ, അത് എവിടെയോ നടത്തുന്ന ആർക്കോ, നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ച് പേർക്ക് നടത്തുന്നത്, കാരണം മലയാളികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലം എന്നുള്ളൊരു ധാരണയൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം നിഷ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ശരി നമുക്ക് നോക്കാം, നമുക്ക് പോവാം ഒരുമിച്ച് എവിടെയെങ്കിലും. പിന്നെ നിഷ സമാധാനപ്പെട്ട് ക്ഷമിച്ച് കാത്തിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ മെസ്സേജ് ഇട്ടു. പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഇങ്ങനെ അതിനുശേഷം ഒരുപാട് മെസ്സേജുകൾ വന്നു, നമ്മുടെ ഗുരുലീല ബുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ എക്സ്പീരിയൻസ് കളക്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ ആയിട്ട് തിരക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ തിരക്കാണ്. അപ്പം ഇത് വിട്ടുപോയി. അപ്പം അത് കഴിഞ്ഞിട്ട് കുംഭമേളയുടെ അനൗൺസ്മെൻറ്റ് നടത്തിയപ്പോഴും ഇത് എനിക്കുള്ളതല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണല്ലോ. എനിക്ക് ഇത്രയും ദൂരെ പോകുന്നത് എങ്ങനെയാണ്, ആരുടെ കൂടെ പോകും. അപ്പോഴാണ് ഇവർ ഇത് നിഷയും ഹെനയും വിനീതയൊക്കെ കൂടെ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഞങ്ങളിങ്ങനെ ബുക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ 3-ാം തീയതി പോയിട്ട്, അല്ല 1-ാം തീയതി പോയിട്ട് 5-ാം തീയതി തിരിച്ചു വരും. കാരണം 3-ാം തീയതി ഷാഹി സ്നാനുണ്ട്. അപ്പോൾ അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മൾ അവിടെ താമസിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു, അവരിങ്ങനെ നിർബന്ധിച്ചു, ചേച്ചി വരൂ ചേച്ചി, നമുക്കൊന്ന് കാണാമല്ലോ അവിടെ നിന്ന്. അപ്പം ഞാൻ ബുക്ക് ചെയ്തു. ആദ്യം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അനക്കയുടെ എക്സാമിൻ്റെ ഡേറ്റ് ഏതാണ്ട് ആ സമയത്ത് വരും എന്നുള്ളൊരു തോന്നൽ വന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തു. ഞാൻ വിചാരിച്ചത് എങ്ങനെ ഞാൻ പോവും, എത്ര ദിവസം എങ്ങനെ മാറി നിൽക്കുന്നത്, അവളെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നൊക്കെയുള്ളൊരു തോന്നൽ. പിന്നെ അവളുടെ എക്സാം ആണെങ്കിൽ ഞാൻ എങ്ങനെ വിട്ടിട്ട് പോകും, അവൾ തന്നെ ബുദ്ധിമുട്ടാണ് അവൾക്കിരുന്ന് പഠിക്കാനൊക്കെ, ഒരു ഹെൽപ്പൊക്കെ വേണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിന്നെ എന്താ അപ്പോഴേക്കാണ് കൊടുങ്ങല്ലൂർ പ്രോഗ്രാം വരണേ. കൊടുങ്ങല്ലൂർ സത്സംഗത്തിന് മോഹൻജിയോട് ഒരു സംശയം ചോദിച്ചു, മോഹൻജി ഞങ്ങൾ പൂർണ്ണകുംഭം തന്ന് സ്വീകരിച്ചോട്ടെ, കാരണം പൂർണ്ണകുംഭം സാധാരണ സന്യാസിമാർക്കാണ് കൊടുക്കാറ്, ഞങ്ങൾ മോഹൻജിയെ പൂർണ്ണകുംഭം തന്ന് സ്വീകരിച്ചോട്ടെ എന്ന് അനുവാദം ചോദിച്ചു. അതിന് മറുപടിയായിട്ട് മോഹൻജി അയച്ചത് കുംഭമേളയുടെ ലിങ്കാണ്, ഒരു ഇൻവിറ്റേഷൻ പോലെ, കുംഭമേളയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ ഒരു ലിങ്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ സമയത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. 1 മണിക്കൂർ വിത്തിൻ 1 അവർ ഞാൻ തിരികെയും ഒന്നേന്ന് ബുക്കിംഗ് ആരംഭിച്ചു. ബുക്കിംഗ് കൺഫേം ചെയ്തു, ഫുൾ എമൗണ്ട് പേ ചെയ്തു, ടെൻറ്റിന് 5 ദിവസത്തേക്ക് പേ ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. ഇവിടെ നിന്ന് ബാംഗ്ലൂർ ടു പ്രയാഗ്രാജ്, തിരിച്ചും അവിടെ നിന്ന് പ്രയാഗ്രാജിൽ നിന്ന് ബാംഗ്ലൂർ. ഇത്രയും കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഞാൻ ഇതാണല്ലോ ഉദ്ദേശിച്ചത്, ഞാൻ പിന്നെ കൊടുങ്ങല്ലൂർ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലല്ലേ ചോദിച്ചത്, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്. കാരണം ആ 1 മണിക്കൂർ എന്ത് സംഭവിച്ചു എന്നുള്ളത് മോഹൻജിക്ക് മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു, കാരണം ഞാൻ ഇവിടെ നിന്ന് ചെല്ലുന്നത് ഒറ്റയ്ക്കാണ് കൊച്ചിയിൽ നിന്ന്, അവരെല്ലാവരും ദുബായിൽ നിന്നാണ് വരുന്നത്. മോഹൻജി എനിക്ക് ഒരാളെയും കൂടിയൊക്കെ ഒന്ന് കൂട്ട് കിട്ടിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് മോഹൻജിക്ക് അയച്ചു. ഇത് ഗ്രൂപ്പിലിട്ട് വിത്തിൻ 2 വീക്സ് നമ്മളൊരു 30 പേര് ഒരുമിച്ചാണ് പോണേന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം എല്ലാവരും പെട്ടെന്ന് ബുക്ക് ചെയ്തു. അങ്ങനെ ഒരു ഡിവൈൻ ഒരു എന്താ പറയുക ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. 1 വർഷം മുമ്പ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയെന്നുള്ളത് എനിക്കത് അവിടെ ചെന്ന് നിഷ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു. അപ്പോൾ അപ്പോഴും നമുക്കൊരു ധൈര്യമില്ല, ഇത്രയും ദൂരം. ഈ കുംഭമേള എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. മോഹൻജി വില്ലേജ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് അതിനെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ സൈസ് വെച്ചിരുന്ന് പാരായണം തുടങ്ങി, ബാബയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരു തടസ്സമില്ലാതെ ഞങ്ങൾക്ക് കുംഭമേളയ്ക്ക് പോയിട്ട് വരാൻ. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മോഹൻജിയുടെ അച്ഛന് തീരെ സുഖമില്ലാതെ ആയത്. പിന്നെ ആ ഒരു ചടങ്ങുകളും മോഹൻജിയുടെ അച്ഛൻ പിന്നെ വിഷ്ണുപാദം പൂകി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒരു വളരെ എന്താ പറയുക, അത് എങ്ങനെ പറയണം എന്നറിയില്ല, വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ അപ്പോൾ
അതിന് മുമ്പാണ് അവിടെ ഒരു സംഭവമൊക്കെ നടന്നത്. എന്തോ തിരക്കിലും തിരക്കിലൊക്കെ പെട്ട്. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ഗുരുവും ബാബയും കൂടെ ഉണ്ടെന്ന്. ഒരു സമയത്ത് പോലും ഒരു ചെറിയൊരു സംശയമോ ഭയമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ടാണെങ്കിലും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും എയർപോർട്ടിൽ വണ്ടിയുണ്ട്, മോഹൻജി വില്ലേജിൽ നിന്ന്. അതൊക്കെ ഐശ്വര്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരത്ത് ഞങ്ങൾ എല്ലാവരും എത്തി എന്നുള്ളതാണ്. ഞങ്ങൾ വളരെ സുഖമായിട്ട് അവിടെ ചെന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരികെ പോരുന്നത് വരെ ഞങ്ങൾ എന്താ പറയുക, 1 മിനിറ്റ് പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ വേറൊരു സ്ഥലത്താണ് ചെന്നതില്ല, നമ്മളുടെ ഫാമിലിയിൽ ചെന്നു എന്നുള്ള ഒരു തോന്നലാണ്. അപ്പം അവിടെ ഓരോ നിമിഷവും നമുക്ക് ദിവ്യാനുഭവങ്ങളായിരുന്നു. കാരണം പോകുമ്പോൾ തന്നെ നമുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മോഹൻജിയുടെ ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരരുത്, ശൂന്യമായിട്ടുള്ളൊരു യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ തന്നെ വരണം, ഫീൽ ചെയ്യുക. മോഹൻജിയുടെ ഒരു അഡ്വൈസ് അതായിരുന്നു, കുംഭമേളയെ ഫീൽ ചെയ്യുക. അതല്ലെങ്കിലും പൊതുവേ എനിക്ക് ഫീലിങ്സ് ആണ്. ഞാൻ മോഹൻജിയോട് പറയും, എനിക്ക് കാണുക കേൾക്കുക എന്നുള്ളതല്ല, ഫീൽ ചെയ്യലാണ് പൊതുവേ സ്വതവേ എൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് വരുമ്പോൾ അത് സത്യമായി തീരാറുണ്ട്. അപ്പോൾ കുംഭമേള നഗരിയിൽ ചെന്നിട്ടും ഞങ്ങൾ അതിന് തന്നെയാണ് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ റൂംമേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നവർ അനിത, വിനീത, പിന്നെ ഹെന, നിഷയൊക്കെ ആയിരുന്നു. അവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല. അവർ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവരുടെ ആ ഒരു സ്നേഹവും ഇതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു കുംഭമേളയിൽ. കാരണം അവരിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. അവർക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്നു വന്ന വഴിയാവുമ്പോൾ നമുക്ക് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാം. കാരണം തുടക്കകാലത്ത് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ആണോ ഹാലൂസിനേഷൻ ആണോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഗുരുക്കന്മാർ മെസ്സേജ് തരുമ്പോൾ അത് ലോക നന്മയ്ക്കായിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ, ഞാൻ പറയുന്നത് പെട്ടെന്ന് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ നമ്മൾ മാത്രം വലുതാവുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമുക്കൊരു സേവ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. കുടുംബങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പുറത്ത് പോയി സേവ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം, കഴിവുണ്ടാവാം അതിന്, അല്ലെങ്കിൽ പിന്നെ അതിന് നമുക്ക് ഫിനാൻഷ്യലി ചിലപ്പം ഹെൽപ്പ് ആവശ്യം ഉണ്ടാവാം, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവില്ല സ്ത്രീകൾക്ക്, പക്ഷെ സേവ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഗുരുക്കന്മാർ തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ നയിക്കും, ഗുരുക്കന്മാർ നയിക്കും. അപ്പോൾ ഇത് സ്വപ്നങ്ങളിലൂടെ നയിക്കാം, അല്ലെങ്കിൽ നമുക്ക് തോട്ട്സ് ആയിട്ട് നയിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയാം, നിങ്ങൾ വേറൊരാൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഗുരുക്കന്മാർക്ക് ഒരാളിലേക്ക് മെസ്സേജ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം. വേറൊരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഇതിനെ എടുക്കരുത്. വേറൊരാളിലൂടെ അല്ല ഗുരുക്കന്മാർ പൊതുവെ മെസ്സേജ് തരിക. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗുരുക്കന്മാർക്ക് അറിയാം. നമ്മുടെ മൈൻഡ് ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് നമുക്ക് സേവ ചെയ്യാൻ ആഗ്രഹമുണ്ട്, സെൽഫ്ലെസ് ആയിട്ട് സേവ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഗുരുക്കന്മാർ തീർച്ചയായിട്ടും നമ്മളെ നയിച്ചിരിക്കും. അതിന് ഇടയ്ക്ക് ഒരാളുടെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ലിവിങ് മാസ്റ്റർ ഉണ്ട്, ഞാൻ അവരോട് പറയും, ലിവിങ് മാസ്റ്റർ ഉണ്ട്, മാസ്റ്റർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാസ്റ്ററുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. പിന്നെ ഹാലൂസിനേഷൻസ് വരുന്നത് എപ്പോഴാണെന്ന് പറയും, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. പെട്ടെന്ന് ഒരു ഗുരുവിൻ്റെ സ്റ്റാറ്റസിലേക്ക് ഉയരണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശിഷ്യരായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് ഈ ഹാലൂസിനേഷൻസിലേക്ക് പോകുക. അത് മൈൻഡ് ഗെയിമാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും അധികം ഗെയിം കളിക്കുന്നത് ഇതിൽ. നമ്മൾ സ്പിരിച്വൽ പാതയിലൂടെ, വൈറ്റ് പാത്തിലൂടെ പോകുമ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോളം പവർ വേറെ ഒന്നിനും ഇല്ല. അത് നെഗറ്റിവിറ്റി ആയിട്ടും ബ്ലോക്കായിട്ടും ഇതുപോലെ ഹാലൂസിനേഷൻസ് ആയിട്ടും ഡ്രീംസ് ആയിട്ടും ഒക്കെ നമ്മളെ സദ്ഗുരുവിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മൾ ഫോക്കസ് ചെയ്യുക, ഗുരുവിൽ ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും മെസ്സേജ് തരാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടല്ലോ. മോഹൻജിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മോഹൻജിയോട് ചോദിക്കാം. വേറൊരാളിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഈവൻ ഞാനാണെങ്കിൽ പോലും നിങ്ങൾ മെസ്സേജ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ലോക നന്മയ്ക്കാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ചെയ്യുക. അതിൽ നമുക്ക് പിന്നെ ഗുരുക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടാവും. സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ ചെയ്യാം. അല്ലാതെ നമ്മൾ മറ്റുള്ള ഇതിൽ, കാരണം ഗുരുക്കന്മാർക്ക് എല്ലാവരും ഒരുപോലെ. പിന്നെ നമുക്കും ഗുരുക്കന്മാർക്കും ഇടയിൽ ഒരു ഇത് വരുന്നത് നമ്മുടെ കർമ്മ ക്ലെൻസിങ് കുറേ നടത്തണം, സേവയൊക്കെ ചെയ്ത്. ഈഗോ ഇല്ലാതെ സേവ് ചെയ്ത് കർമ്മ ക്ലെൻസിങ് നടത്തി കഴിഞ്ഞാൽ പാത ഈസി ആയിട്ട് വരും. അതിന് ശ്രദ്ധ ആൻഡ് സാബൂരി പെട്ടെന്ന് ഒരു ദിവസം നടക്കുന്ന ഒരു കാര്യമല്ല അത്.
ശ്രദ്ധയും സബൂരിയും വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാബാജി, ഞങ്ങൾ അവിടെ എല്ലാ ദിവസവും ക്രിയ ചെയ്യേണ്ടത്, അത് കുട്ടികൾ കൃത്യമായിട്ട് ക്രിയ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ക്രിയ ചെയ്യുമ്പോൾ ബാബാജി, മഹാവതാർ ബാബാജിയുടെ പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നമുക്ക് അവരെല്ലാവർക്കും ഒരേ സമയത്ത് ഫീൽ ചെയ്തു. സ്പൈനൽ കോഡിൽ ആ ഒരു വൈബ്രേഷൻ, കുണ്ടലിനി ഉയരുന്ന ആ എനർജി എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ മഹാവതാർ ബാബാജിയുടെ ഒരു പ്രത്യേകത, മോഹൻജി പറഞ്ഞതനുസരിച്ച് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ടു ദ പോയിന്റ് ആണ്. ബാബാജി ഒരുപാടൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സംസാരിക്കില്ല. എന്താണോ പറയാനുള്ളത് അത്രയും പറയും. ബാബാജിയിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ പൊതുവെ സൈലൻ്റ് ആണ്. ഇനീഷ്യൽ ഇയേഴ്സിലെങ്കിലും അവർ സൈലൻ്റ് ആയിട്ടിരിക്കും മെസ്സേജുകൾ കൊടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ആർക്കും ആക്സസിബിൾ ആണ് ഗുരുക്കന്മാരുടെ ഒരു കോൺഷ്യസ്നെസ്. കാരണം ഇപ്പോൾ ഒരു അവേക്കനിങ്ങിൻ്റെ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരവർക്കുള്ള മെസ്സേജ് അവരവരിലേക്ക് നേരിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുക. പിന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ നയിക്കാനായിട്ട് ഒരു ഗുരുവിനെ ഗുരുമണ്ഡലം നിയോഗിച്ചിട്ടുണ്ട്. ആ ഗുരു എല്ലാ ഗുരുക്കന്മാരെയും റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഗുരു നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ആ ഗുരുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഗുരുവിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസിന് വല്ലാത്തൊരു പവറുണ്ട്. അതിപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു ടൈം ഫ്രെയിമിന് അപ്പുറത്തേക്ക് ഗുരു കൊണ്ടുപോയൊരു അനുഭവം ഞാൻ എറണാകുളത്ത് ഗുരുവിനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പം എന്താ പറയുക, നമുക്ക് ആ ഗുരുവിൻ്റെ കോൺഷ്യസ് ഞാൻ അവിടെ വെച്ച് ഞാൻ ആഗ്രഹിച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് നടത്താനായിട്ട് പെട്ടെന്ന് ഗുരുവിൻ്റെ പ്രസൻസിന് പറ്റും. നമ്മളുടെ ആ ഒരു എന്താ പറയുക എനർജി ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഗുരു ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിനെ നമ്മൾ മാക്സിമം ഈഗോ ഇല്ലാതെ, ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് നിന്നു ഒരു ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിലിട്ടു, ഞാൻ ഗുരുവിൻ്റെ അടുത്ത ആളാണെന്ന് കാണിച്ചു, ആ ലെവലാണെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കും. ഇപ്പോൾ മോഹൻജിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക എന്ന് പറയുന്നതല്ല, അപ്പുറത്തേക്ക് ഗുരുവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് എനിക്ക് ഇന്നർ ചേഞ്ച് എന്താണ് വരിക എന്നുള്ളതാണ് ആൾക്കാരുടെ ചിന്തയെങ്കിൽ തീർച്ചയായിട്ടും അതും ഗുരു തരും. നമ്മൾ എന്താണോ വിഷ് ചെയ്യുന്നത്, ഇത് രാജയോഗ പാതയാണ്, നമ്മുടെ എല്ലാ വിഷയവും ഫുൾഫിൽ ചെയ്യും. പിന്നെ ഏത് തരത്തിലുള്ളതാണെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഫുൾഫിൽ. അതിപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറയുമ്പോൾ പലരും പറയാറുണ്ട്, പലർക്കും ഗുരുവിൻ്റെ ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ധൈര്യം വന്നിട്ടുണ്ട്. എന്താ പറയുക, തന്നെ യാത്രകൾ ചെയ്യാനായിട്ട്, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, അതായത് പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ, അങ്ങനെ എത്രയോ പേര് എനിക്കിപ്പോൾ അടുത്ത കാലത്ത് മെസ്സേജ് അയച്ചു. പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പാട്ട് പഠിക്കാനുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. 45 വയസ്സിലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ നമ്മൾക്ക് എന്താണോ ആഗ്രഹം, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണ് ആഗ്രഹമെങ്കിൽ അതും ഫുൾഫിൽ ചെയ്ത് തരും. കുറച്ച് ക്ഷമിക്കുക നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിന് നമ്മൾ കാത്തിരിക്കുക. ശ്രദ്ധ ആൻഡ് സബൂരി വളരെ പ്രധാനമാണ്. ഈ രാജയോഗ പാതയിൽ അങ്ങനെയാണ്, ഒന്നും സപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. മോഹൻജി പറയും, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത ഏതൊരാഗ്രഹവും ഗുരു ഫുൾഫിൽ ചെയ്ത് തരും. പക്ഷെ നമ്മളതിന് ഗുരുവിന് സമർപ്പണത്തോടു കൂടി പോവുക, നമ്മുടെ കർമ്മ ക്ലെയിംസ് ചെയ്യാനായിട്ട് സേവ ചെയ്യുക. ഗുരുവിന് വേണ്ടിയിട്ട് ആരും സേവ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കർമ്മങ്ങൾ, സത്കർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചീത്ത കർമ്മങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സേവ ചെയ്യുക. ഇതൊക്കെയാണ് ഈ പാതയിലുള്ളത്. അപ്പോൾ കുംഭമേളയെ പറ്റി പറഞ്ഞു. കുംഭമേള എന്ന് പറഞ്ഞാൽ പരമേശ്വരനും പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനപ്പുറം ഗംഗാമാതാവ് എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ നദികളുടെയും പ്രതിനിധിയാണ്. അവിടെ 3, അതായത് ഗംഗ, യമുന, സരസ്വതി, ഇത് 3 ത്രിവേണി സംഗമത്തിൻ്റെ ഭൂമിയാണ് പ്രയാഗ്രാജ്. ഗംഗ നമുക്കറിയാം ഭഗവാൻ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, ഭഗവാന്റെ ശിവൻ എന്താ പറയുക, പാതാള ഗംഗയെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ആനയിച്ച് ഭഗവാൻ ശിരസിലേറ്റി ഭൂമിയിലേക്ക് വിട്ടതാണ്. ഗംഗയെ ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശിവൻ വിട്ടു എന്നാണ് പറയുക. യമുനയാണെങ്കിൽ നമുക്കറിയാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സരസ്വതി ആണെങ്കിൽ ബ്രഹ്മാവിൻ്റെ കമണ്ഡലുവിൽ നിന്ന് ഉത്ഭവിച്ച നദിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ത്രിമൂർത്തികളുമായിട്ട് ബന്ധമുണ്ട്. ഈ ത്രിമൂർത്തികൾ യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി പ്ലേസ് ആണ് പ്രയാഗ്രാജ്. ഈ എന്താ പറയുക, പ്രകൃതിയെ ആരാധിക്കുക, അല്ലെങ്കിൽ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുമെങ്കിലും ചെയ്യുക. നദികളെ റെസ്പെക്റ്റ് ചെയ്യുക. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും നാഥന എന്ന് പറയുന്ന പോലെ ഗംഗയെ ക്ലീൻ ചെയ്യുന്നൊരു പദ്ധതിയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നദികളെ റെസ്പെക്റ്റ് ചെയ്യുക, പ്രകൃതിയെ മനസ്സിലാക്കുക, പ്രകൃതിയെ ഫീൽ ചെയ്യുക. ഇതാണ് ഈ കുംഭമേള നൽകുന്നൊരു സന്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതിന് ഒരുപാട് ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങളുണ്ട്. കുംഭമേള അതിൽ സ്നാനം ചെയ്യുന്നവരുടെ ഒരുപാട് തലമുറ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം 144 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന മഹാകുംഭമേളയാണത്.
അവിടെ മോഹൻജി വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഹോം എവേ ഫ്രം ഹോം തന്നെയായിരുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് ഒരിക്കലും അവിടെ ഉള്ളവർക്ക് ഇപ്പോൾ തിരിച്ചു പോരുമ്പോൾ പോരണേൻ്റെ തലേദിവസം ഞാനിങ്ങനെ ദേവദാസിയോട് പറയുമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിഷമം പോയി. അപ്പോൾ ദേവദാസി പറയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ വിഷമം വരുന്നത്. ഞാൻ പറഞ്ഞാൽ കൊള്ളാം, ഒരു മാസമായിട്ട് ഇവിടെ നിൽക്കണമൊക്കെ വിഷമം, പിന്നെ ഞങ്ങൾക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോന്നു. അപ്പോൾ അതാണ് ശരിക്കും അവിടുത്തെ എനർജി ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. എനർജി ആ ഹോൾ മോഹൻജി വില്ലേജിലെ എനർജിക്ക് തന്നെ വ്യത്യാസമുണ്ട്. ബാബയുടെ ആരതി 3 നേരം നടക്കുന്നതിൻ്റെയും 3 നേരം അല്ല 4 നേരം നടക്കുന്നുണ്ട്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. അപ്പോൾ അതിൻ്റെ ഉണ്ട് മോഹൻജിയുടെ പ്രസൻസ്, ഗുരുക്കന്മാരുടെ പ്രസൻസ് അവിടെ നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റൂംമേറ്റ്സിനോട് കുറേ നേരം സംസാരിച്ചു. നമ്മൾ സംസാരിച്ച മുഴുവൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്താ പറയുക, എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം നമുക്ക് എവിടെയൊക്കെയാണ് അടി തെറ്റുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഈ മൈൻഡ് ഗെയിമിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം വേറൊരാളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് പോകും. നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഗുരുവിലും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ശിവരാത്രിക്കുള്ളൊരു പ്രാധാന്യം അതാണ്. ശിവരാത്രി എന്ന് പറയുമ്പോൾ പാലാഴി മഥനം കഴിഞ്ഞിട്ട് കാളകൂട വിഷമാണ് ആദ്യം വരിക. നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്പിരിച്വലി നമ്മൾ ഇൻറ്റേർണലി ഉള്ളിലേക്ക് തിരിഞ്ഞ് ആന്തരിക യാത്ര തുടങ്ങുമ്പോൾ ആദ്യം വരിക നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഈ നെഗറ്റീവ് ഇമോഷൻസിനെ എടുക്കുന്ന ആളാണ് ശിവൻ. അതായത് ശിവനാണ് ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഇല്ലാതെയാക്കി തരുന്നത്. നമുക്ക് ആ ശിവനെ ആശ്രയിക്കുക, ഗുരുവിനെ ആശ്രയിക്കുക. നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ എന്താ പറയുക, ഏത് നെഗറ്റീവ് ഇമോഷൻസ് ആയിക്കോട്ടെ അത് ഗുരുവിലേക്ക് അങ്ങ് സറണ്ടർ ചെയ്യുക. ഗുരു നമ്മളെ എല്ലാ വീക്ക്നെസ്സോടും കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് ഒന്നുമില്ല. ഗുരുവിൻ്റെ അടുത്ത് അഭിനയിക്കേണ്ട കാര്യമില്ല, അഭിനയിക്കാനോട്ട് പറ്റുകയില്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഗുരു നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കേണ്ടാവും ഗുരു അറിയണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. ഗുരുവിനെ അതിനെ എങ്ങനെ അറിയാം? ഗുരു ആരെയും തള്ളിക്കളയില്ല, ഒരു ശിഷ്യരെയും ഗുരു തള്ളിക്കളയില്ല. പക്ഷേ ആ നെഗറ്റിവിറ്റിക്ക് അപ്പപ്പോൾ ഒരു ഈഗോ ബ്ലോക്ക് തന്നിട്ട് ആ മഹാദേവൻ അത് സ്വീകരിച്ചോളൂ. അപ്പോൾ ആ കാളകൂട വിഷത്തിനെ ഭഗവാൻ എന്താ പറയുക എടുത്ത് കുടിക്കുന്നത് അതാണ് റെപ്രസെൻ്റ് ചെയ്തത്. ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ കാളകൂട വിഷത്തിനെ ഇല്ലാതെയാക്കി പിന്നെയാണ് അമൃത് വന്ന് തുടങ്ങുന്നത്. ആ പരമാനന്ദത്തിൻ്റെ അമൃത്, മുക്തിയുടെ അമൃത്, എൻലൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു അമൃത്. അപ്പോൾ അതെല്ലാം കിട്ടുന്നതിന് മുമ്പ് ആദ്യം നെഗറ്റിവിറ്റി പോയാലാണ് ആ പോസിറ്റിവിറ്റി, അതായത് ആ അമൃത് വരുന്നത്. അതിന് അവേക്ക് ആയിട്ടിരിക്കുക, നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുക. നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്താണ് എൻ്റെ ഈ ഒരു ഫീലിങ്ങിൻ്റെ പുറകിലുള്ള കാരണം? ഇത് ഈഗോയാണോ? ഞാൻ എന്തെങ്കിലും ഒരു സേവ ചെയ്യുന്നത് ആരോടെങ്കിലും ഒരു കമ്പീറ്റ് ചെയ്യാനാണോ, മത്സരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ യഥാർത്ഥത്തിൽ സേവ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണോ? അതെല്ലാം സ്വയം ചോദിക്കുക. വേറൊരാൾ സേവ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് അവരെ ഉപദ്രവിക്കാതിരിക്കുന്നുണ്ടോ? അതെല്ലാം സ്വയം ചോദിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നില്ലെങ്കിലും അവരെ ആ സമയത്ത് ജഡ്ജ് ചെയ്യാതിരിക്കുന്നുണ്ടോ? കാരണം ആ സമയത്ത് വലിയൊരു ദുഃഖം വന്ന ഒരാൾ ദുഃഖം അനുഭവിക്കുമ്പോൾ ആ സമയത്ത് ജഡ്ജ് ചെയ്ത് അപ്പോൾ തന്നെ ആ എനർജി തിരിച്ചു വരും. കാരണം അവിടെ അത്രയും അവരുടെ കർമ്മഫലം അനുഭവിക്കുന്ന സമയത്ത് അവരെ ജഡ്ജ് ചെയ്യുന്നവർക്ക് അതേ അളവിൽ തന്നെ പെട്ടെന്ന് തിരിച്ചു വരും. അത് ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അപ്പം നമ്മളെപ്പോഴും ആത്മചിന്തനം നടത്തുക. ആത്മവിചിന്തനമാണ് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈഗോ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയാണ് ഈഗോ വളരുന്നതെന്ന്. ഈഗോ ഇല്ലാത്ത മനുഷ്യരില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഈഗോനെ കൺട്രോൾ ചെയ്യുക. ഈഗോ ഇല്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ എപ്പോഴും ഈഗോയിൻ്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ ഗുരുവിൻ്റെ പാദങ്ങളിൽ മുറുക്കെ പിടിക്കുക, ഹ്യൂമിലിറ്റി. ഗുരുവിനെ മുറുക്കെ പിടിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ ഗുരു പറയുന്നത് ഈ പറഞ്ഞ മാതിരി ഗുരു രാജയോഗ പാതയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അബണ്ടൻസ് ആണ് ഗുരുവിൻ്റെ ആ ഒരു ആശ്രയത്തിൽ വരുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളുടെ ഒരു ധാരാളിത്തമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ തൃപ്തരായിരിക്കും, നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായിരിക്കും. നമ്മൾ വലിയ കമ്പാരിസണൊന്നും പോവില്ല. കാരണം നമുക്ക് വേറെ നമ്മുടെ ലക്ഷ്യം വേറെയാണ്, മുക്തിയാണ്, ലിബറേഷനാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് അതിലായിരിക്കും. അപ്പം മോഹൻജി വില്ലേജിൽ അതുപോലെ മോഹൻജിയുടെ ഒരുപാട് നല്ല എന്താ പറയുക ഫോളോവേഴ്സിനെ കാണാൻ, ഡിവോട്ടീസിനെ, മോഹൻജിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കണ്ട് മുട്ടുവാൻ സാധിച്ചു. പിന്നെ അതിലെ കുറേ എക്സ്പീരിയൻസ് ഞാനിങ്ങനെ FBയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഡിവൈൻ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ഇപ്പോൾ തുനിയുന്നില്ല. കാരണം ഒരു ആവർത്തന വിരസത വരരുതല്ലോ.
പിന്നെ ഇന്നലേക്കായിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പിന്നെയും പോകണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ധൈര്യമായി. ഇത് കുംഭമേള എന്ന് പറഞ്ഞാൽ നമുക്കും കൂടെ ഉള്ളതാണ്, മലയാളികൾക്കും കൂടെ ഉള്ളതാണെന്നൊരു ധൈര്യം പ്രാവശ്യം മലയാളികൾക്ക് വന്നിട്ടുണ്ട്. അപ്പം മോഹൻജി വില്ലേജ് അവിടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യം. അല്ലാതെയും പോയവരുണ്ട്. മോഹൻജിയുടെ ആ ഒരു ഉപദേശം മാനിച്ച് പല തരത്തിൽ പോയി കുംഭമേള സ്നാനം എടുത്തവരുണ്ട്. അപ്പോൾ ഇന്നലേക്കായിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, മോഹൻജിനെ കണ്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിറന്നാൾ ദിവസം തന്നെ സാവിത്രി ചേച്ചിക്കും കുട്ടർക്കും പോകാൻ പറ്റി. അപ്പം പിറന്നാൾ ദിവസം ഗുരുവായൂരായതുകൊണ്ട് ഞാൻ ബ്ലൂ ആണ് അതിൻ്റെ ഒരു ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, കളർ കോഡ്. അന്നദാനത്തിനും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് കൃഷ്ണൻ്റെ ഒരു പ്രസൻസിനാണ്. അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയത്, അന്ന് സാവിത്രി ചേച്ചിയും ഒരു ഗ്യാങ്ങും പോയിട്ടുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. സാവിത്രി ചേച്ചിയും ബീനി ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അവർ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി. അവരെല്ലാവരും കംപ്ലീറ്റ് ബ്ലൂ ഇട്ടിട്ടാണ് അന്ന് മോഹൻജിയെ കാണാൻ പോയത്. അപ്പം അവരെല്ലാവരും ഗുരുവായൂർ ഭാഗത്തുള്ളവരുമാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രസൻസ് ഇവിടെ എന്നതുപോലെ തന്നെ അവിടെയും നമുക്ക് കാണിച്ചു തരുമായിരുന്നു. ഒരു വണ്ണസ് കാണിച്ചു തരുമായിരുന്നു. ആ ഗ്യാങ്ങിലുള്ളവരെല്ലാവരും ഗുരുവായൂർ ഭാഗത്തുള്ളവരായിരുന്നു. അത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക, മാല കിട്ടണവർ, അങ്ങനെ കഴകക്കാർ, അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു സാവിത്രി ചേച്ചി പറയുന്നുണ്ട്. പിന്നെ ഇത് കേട്ടപ്പം എന്താ പറയുക, ഒന്നും പറയാനില്ല. സർവം കൃഷ്ണാർപ്പണമസ്തു, അത്രയേ പറയാനുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഈ നടയിൽ 60ാം പിറന്നാൾ മോഹൻജിയുടെ ആഘോഷിക്കണം എന്നുള്ളത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. കാരണം ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് എപ്പോഴും മോഹൻജിയും എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ സ്റ്റാർട്ടിങ് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർപിരിയാനാവാത്ത ഒരു രീതിയിലാണ് ഗുരുവായൂരപ്പനും. കാരണം മോഹൻജി എനിക്ക് കൃഷ്ണനായിട്ടാണ് ആദ്യകാലത്തൊക്കെ എനിക്ക് എപ്പോഴും കൃഷ്ണനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ലിവിങ് ലൈഫ് എവ്രി മൊമെൻറ്റ്, അത് എന്താ പറയുക, ലൈഫ് ഫുള്ളായിട്ട് ജീവിക്കുക. അതിപ്പം അന്ന് ആ സത്സംഗത്തിൽ വന്ന സുരേഷ് സാറൊക്കെ പറയാം, മോഹൻജി ഒരിക്കലും നമ്മളോടൊന്നും ഉപേക്ഷിക്കാൻ പറയാറില്ല, വളരെ പ്രാക്ടിക്കലായിട്ടാണ് പറയുക. അത് കൃഷ്ണൻ്റെ ആ ഒരു ഇതാണ് മോഹൻജിയുടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് അത് മൊമെൻറ്റ് നമ്മൾ ഏത് കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്, എങ്ങനെയാണോ ജീവിക്കുക, അതനുസരിച്ച് ജീവിക്കുക. മോഹൻജി പണ്ട് എന്നോട് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കൃഷ്ണനെ നിങ്ങൾ ഓടക്കുഴലും മയിൽപീലിയായിട്ട് നല്ല ചിലപ്പം കൃഷ്ണൻ ഇനിയിപ്പോൾ വരുവാണെങ്കിൽ ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് വരും എന്ന് ആദ്യകാലത്ത് പറഞ്ഞവർക്കുണ്ട്. അപ്പോൾ എനിക്ക് മോഹൻജിയെ ആ നടക്കിൽ നിന്നിട്ട് ഒന്ന് ആശംസിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അവിടെ ഒരു സത്സംഗം നടത്താൻ പറ്റി, അവിടെ വെച്ച് പിറന്നാൾ ആഘോഷം വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. വന്നവർക്കൊക്കെ സന്തോഷമായി, തൃപ്തിയായി. മോഹൻജിയെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയത് എനിക്കറിയാമല്ലോ, അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ മാക്സിമത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ നമുക്ക് ഈ കുംഭമേളയും പിന്നെ മോഹൻജിയുടെ പിറന്നാളൊക്കെ ആയിട്ട് കുറച്ച് നാൾ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ആ ശിവൻ്റെ ഒരു സാന്നിധ്യമാണ് നമ്മൾ ആ കുംഭമേളയിൽ കണ്ടത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഓരോ നിമിഷം കൂടി അവിടെ പോയിട്ടുള്ള ആർക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്യുമോ, ഭയങ്കര തിരക്കാണ്. എന്നാൽ പല സ്ഥലത്തുനിന്നും ആൾക്കാർ പോയിട്ട് അവർക്ക് എത്താൻ പറ്റാതെ വന്ന കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും നമുക്കിവിടെ ഗ്രൂപ്പിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പോകാൻ പറ്റിയില്ല, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പോയവരെല്ലാവരും പോവും, സുഖമായിട്ട് അവിടെ സ്നാനം നടത്തുക, മോഹൻജിയെ കാണുക, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശിവൻ്റെ ഈ ഒരു രാത്രിയിൽ നിങ്ങൾക്ക് ആ ഒരു ശിവൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ. നമ്മൾ വെറും ആചാരങ്ങളിലും എന്താ പറയുക, ചിട്ടകളിലും ശീലങ്ങളിലും മാത്രം ഒഴിയേക്കാതെ എന്താണ് ശിവനെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ശിവൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു വാസ്റ്റായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ്സാണ്. ശിവന് പക്ഷാഭേദമില്ല. ശിവൻ അസുരന്മാർക്കും വരം കൊടുത്തിട്ടുണ്ട്, ദേവന്മാർക്കും വരം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. അസുരന്മാർ അത് സെൽഫിഷ്നെസ്സിന്, മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ആ ശക്തി വിനിയോഗിച്ചു. അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. ദേവന്മാരാകട്ടെ എപ്പോഴും വരം മേടിച്ചത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം. നമ്മൾ ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ ശിവൻ ആർക്കാണെങ്കിലും വരം കൊടുക്കും. പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ തീവ്രമായിട്ട് തപസ് ചെയ്ത് വരം മേടിച്ചവരൊക്കെ ആ വരം കൊണ്ട് തന്നെ നശിച്ചു പോയ കഥകളും നമ്മളുണ്ട്. പുരാണത്തിലെ കഥകളൊക്കെ അപ്പോൾ നടക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കൂടി ഉള്ളതാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ചിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാളകൂട വിഷം, പാലാഴി മഥനം, ഇതൊന്നും പണ്ടെപ്പോഴോ നടന്നൊരു കഥയല്ലേ, ഇതിപ്പോഴും നമ്മുടെ ഉള്ളിൽ ചേണിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാളകൂടങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഭഗവാന് ഗുരുവിൻ്റെ കാലിൽ സമർപ്പിക്കുക. പിന്നെ ഈ അമൃത് കിട്ടുമ്പോൾ ആ അമൃത് സൂക്ഷിച്ച് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക.
ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ മിഷനാണ് പ്രധാനം. മിഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുക്കന്മാരുടെ ഒരു സാന്നിധ്യമുണ്ട്. കാരണം അത് കുംഭമേളയിൽ ആ വില്ലേജിൽ വെച്ച് ഞാൻ അനുഭവിച്ചതാണ്. ഞാനത് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു മുഹൂർത്തത്തിൽ ഞങ്ങൾ ചെന്ന അന്ന് ബാബയുടെ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മോഹൻജി നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും ദർശനം കൊടുത്ത്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഗുരുവിലെ എല്ലാ ഗുരുക്കന്മാരുടെയും ഒരു പ്രസൻസ് ഞാൻ കണ്ടു എന്നുള്ളതാണ്. മോഹൻജി എന്നോട് ചോദിച്ചു, ബാബയുടെ ആരതിക്ക് പോകുന്നില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആരതി നടക്കുന്നുണ്ടല്ലോ, മനസ്സുകൊണ്ട് നമ്മൾ ആരതി നടത്തും. നമ്മളിവിടെ മാനസപൂജ നടത്തി മാനസികമായിട്ട് ആരതിയൊക്കെ ചെയ്ത് ശീലമുള്ളതുകൊണ്ട് മനസ്സിൽ മോഹൻജിക്ക് ആരതി നടത്തണം, അപ്പുറത്തെ ബാബയ്ക്ക് ആരതി എടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഒരു വൈവിധ്യം നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും. ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് ദൈവങ്ങൾ. ഹിന്ദുമതത്തിൽ, സനാതന ധർമ്മത്തിൽ അങ്ങനെയാണ്. 30 ദൈവങ്ങളും ഉണ്ട്, അത്ര തന്നെ ഗുരുക്കന്മാരും ഉണ്ട്. ഇതിൽ ആരുടെ പുറകെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ എല്ലാ ഗുരുക്കന്മാരിലും അലിഞ്ഞ് തിരിഞ്ഞ് നടന്ന അവസാനം അവനവൻ്റെ ഗുരുവിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സത്യം മനസ്സിലാവും, നാനാത്വത്തിലെ ഏകത്വം. അതാണ് ഭാരതത്തിൻ്റെ ഒരു ധർമ്മവും സനാതന ധർമ്മവും. കാരണം അപ്പം അങ്ങനെ മനസ്സിലായി ഇതെല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളതിനെയൊക്കെ നിഷേധിക്കില്ല. അല്ലാതെ നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ ശരി, ആ ആളിൽ വിശ്വസിക്കാത്തവരെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് പോകും. ഒന്നിന്ന് പലതിലേക്ക് പോയി കഴിഞ്ഞ് പലതിൽ നിന്ന് ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി എന്താ പറയുക, എല്ലാത്തിലും ദൈവത്തിനെ കാണാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാവും. ഈ സർവ്വചരാചരങ്ങളും ദൈവത്തിൻ്റെ ആ എനർജി ഫീൽഡിലാണ് നിൽക്കുന്നത്, എല്ലാ എനർജിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നിനും നിശ്ചയിക്കില്ല, അവിടെയും ഉണ്ട്, അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. പക്ഷെ നേരെ മറിച്ച് ഓക്കെ, ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം ഇന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ അരൂപിയാണ്, ബാക്കിയെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിഷേധിക്കലാവും. ദൈവത്തിനെ നിഷേധിക്കലും തെറ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പല ഗുരുക്കന്മാരിൽ അല്ലെങ്കിൽ പല ദൈവത്തിൽ അന്വേഷിച്ച് മുരുകനെ ഇന്നതുപോലെ ആരാധിക്കണം, ശിവനെ ഇന്നതുപോലെ ആരാധിക്കണം, അങ്ങനെ പലയിടത്ത് അലഞ്ഞു നടന്ന് ഫോക്കസ് ഇല്ലാതെ കഷ്ടപ്പെട്ട അവസാനം ഒരു ഗുരുവിൽ ഇതിനെല്ലാം കണ്ട് നമ്മൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി തുടങ്ങും. ഒരു ഗുരുവിൻ്റെ കൂടെയുള്ള പാതയുടെ പ്രത്യേകത മോഹൻജി പറഞ്ഞല്ലോ, നമുക്ക് മറ്റേ രീതിയിലും പോവാം, സ്വന്തമായിട്ട് അന്വേഷിച്ച് പോകാം. പക്ഷെ അതിൽ കുറേ ഇതുണ്ട്, ഈഗോ പ്രശ്നങ്ങൾ വരും. ഞാൻ ഗുരുവിൻ്റെ അടുത്ത ആളാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, ഞാൻ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നത്, അതുകൊണ്ട് ഭഗവാൻ എൻ്റെ മാത്രമാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് താമസിച്ച് കിടക്കുന്നതുകൊണ്ട് ഭഗവാൻ എനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ തീർന്നു. നേരെ മറിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്താണെങ്കിൽ ഗുരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ട് തന്നുകൊണ്ടിരിക്കും. നമുക്ക് തോന്നും ഗുരു നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, കാണുന്നില്ല, ഗുരു നമ്മളെ ഉപേക്ഷിച്ചെന്നൊക്കെ. പക്ഷേ ഗുരു നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ഈഗോയെ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു ലിവിങ് മാസ്റ്ററിന് മാത്രമേ തരാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഗുരുവിലെ എല്ലാ ഗുരുക്കന്മാരെയും കാണുക, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് അറിയാം, എല്ലാ ഗുരുക്കന്മാരും എല്ലാ ദൈവങ്ങളും ഒരു ഗുരുവിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ ശിവരാത്രിയുടെ തത്വം. നമ്മളൊരു പാതയിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുക. മോഹൻജി ആരെയും തള്ളിക്കളയില്ല, അങ്ങനെ ഒരു ധാരണയെ വേണ്ട. മോഹൻജിക്ക് എല്ലാവരും ഒരുപോലെ, ഇന്നലെ വന്നോ ഇന്ന് വന്നോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. 16 വർഷമായിട്ട് മോഹൻജിയുടെ കൂടെ ഉണ്ടോ ഞാൻ എന്നുള്ളതല്ല പ്രശ്നം. ചിലപ്പോൾ ഇന്നലെ വന്ന ഒരാളായിരിക്കും അവരുടെ പ്യുവർ ഹാർട്ട് കൊണ്ട് മോഹൻജിയിലേക്ക് പെട്ടെന്ന് എടുക്കുക. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് 16 വർഷമായിട്ട് മോഹൻജിനെ അറിയാം, 16 വർഷമായിട്ട് ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഭയങ്കര സംഭവം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ വന്നൊരു കുട്ടിയാണെങ്കിലും അത് പ്യുവർ ഹാർട്ടോടുകൂടി മോഹൻജിക്ക് സേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മോഹൻജിയിലേക്ക് എത്തിക്കഴിയും. അതിനും മോഹൻജിക്ക് ഇടയ്ക്ക് നിൽക്കാനായിട്ട് ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ അത്രയധികം സ്നേഹത്തോടു കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്വീകരിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഗ്രൂപ്പ് വളർന്നതും അതുകൊണ്ട് തന്നെയാണ്. പെട്ടെന്ന് തന്നെ പുതുതായിട്ട് വരുന്നവരെ അത്രയും ഇതിൽ കാരണം അവർ ചിലപ്പോൾ മുൻചെല്ലുമ്പോൾ കണക്ഷൻ ഉണ്ടാവും, അവർക്ക് ഇപ്പോഴേ സമയമായിട്ടുണ്ടാവുള്ളൂ. ഒരുപക്ഷെ മോഹൻജിയായിട്ട് അത്ര കണക്ഷനുള്ള ആൾക്കാരായിരിക്കും ഈ വരുന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കുക. അവർക്ക് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്, നമ്മുടെ സേവയ്ക്ക് ശക്തി പകരാനാണ് അവർ വന്നിരിക്കുന്നത്. അവരെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ എൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പുറകോട്ട് പോകുന്നല്ലാണ്ട് അവർ സേവ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. അതിന് ഒരാളല്ലെങ്കിൽ ഒരാൾ, ഞാൻ പറഞ്ഞില്ല, ഈ മിഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ശിവൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നുള്ള മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പലതരത്തിൽ സനാതനധർമ്മത്തിന് എന്താ പറയുക, ഒരു ജീവൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, പല രൂപത്തിൽ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കുക, അതും പ്രധാനമാണ്. അപ്പോൾ ശിവൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഉണർന്നിരിക്കുക, ശിവരാത്രി ആഘോഷിക്കുക, ശിവൻ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലുള്ള ശിവനെ ഉണർത്തുക, ഗുരുവിലേക്ക് സറണ്ടർ ചെയ്യുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. നമസ്തേ.